ഈ ക്യാബിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലെന്നാണ് അവിടെ എത്തണമല്ലോ ഒന്നത്. പിന്നെ തെർമൽ സ്കാനിങ് നടന്നുകൊടുക്കുകയാണ്. ആ പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? അതാണ് ഇപ്പോൾ നടന്നുകൊടുക്കുക. എന്നാൽ രാത്രി ഇന്നും നടന്നുകൊടുക്കുകയാണ്. അതിലൂടെ നമുക്ക് അറിയാൻ കഴിയുമോ ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം ക്യാബിനുള്ളിൽ? ശ്രമമാണ് നടത്തിവരുന്നവർ. അതാണ് നടത്തിവരുന്നവർ. ഇപ്പോൾ തെർമൽ സ്കാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതാണ് നടത്തിവരുന്നത്. അതിൻ്റെ റിസൾട്ട് കൂടി വരണം. അതിൻ്റെ റിസൾട്ട് സ്വാഭാവികമായും നിർണായകമായിരിക്കും അല്ലേ? ഷിരൂർ ദുരന്തം നടന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് 11ാമത്തെ ദിവസമാണ്. 11ാം ദിവസവും ഇവിടെ ചെയ്യാൻ കഴിയുന്ന, മനുഷ്യ സഹജമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ, അതായത് ബൂം എന്ന് പറയുന്ന 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ആഴത്തിൽ അവിടെ നിന്ന് മണ്ണ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇവിടെ പ്രധാനമായും മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയാണ് പ്രധാനമായും നടക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ഭാഗം, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡിലാണ്, ദേശീയപാതയിൽ ഒരു സൈഡിലാണ്. അവിടെ നിന്ന് മറുഭാഗത്തേക്ക്, അതായത് പുഴയുടെ കരഭാഗത്തേക്ക് ഉള്ള മണ്ണ് വലിയ ദ്രുതഗതിയിൽ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല മറ്റ് ചില ചെറിയ JCBകൾ ഉപയോഗിച്ച് ഈ വലിയ JCBയെ, അതായത് ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളെ കുറേ കൂടി കരയിലേക്ക്, കരയിൽ നിന്ന് താഴ്ഭാഗത്തേക്ക്, പുഴയുടെ അടുത്തേക്ക് താഴ്ത്തി വെക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുന്നു. നമുക്ക് കാണാം ആ പുഴയുടെ കരഭാഗത്തായി കിടക്കുന്ന മണ്ണ് അവിടെ നിന്ന് പരമാവധി നീക്കി അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ ഭാഗത്തേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇതാ മറുഭാഗത്തേക്ക് വരൂ. ആ പുഴയിലെ പരിശോധനയും അതിസജീവമായി തന്നെ നടക്കുന്നുണ്ട്. ആ പുഴയിൽ നടക്കുന്ന പരിശോധനയുടെ ദൃശ്യങ്ങൾ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഡിങ്കി ബോട്ടുകളിലായി നാവികസേനയുടെ സംഘം ഇപ്പോഴും ഈ പ്രദേശത്ത് പരിശോധന നടക്കുന്നുണ്ട്. അത് പുഴയുടെ ഉപരിതലത്തിലുള്ള പരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. താഴ്ഭാഗത്തേക്കുള്ള പരിശോധന നടക്കുന്നില്ല. ഒപ്പം റഡാർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒരു ഭാഗത്ത് നടക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ആ പുഴയുടെ മുകൾ ഭാഗത്ത് നടക്കുന്നത്. അതിൻ്റെ സിഗ്നലുകളൊക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ കരയിൽ നിന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ നാവികസേന അംഗങ്ങളുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നാവികസേന അംഗങ്ങൾക്ക് അവർ ഇവിടെ ഈ സിഗ്നൽ കണ്ടു എന്ന് പറയുന്നത്, അതായത് ലോറി ഉണ്ട് എന്ന് കരുതുന്ന ഭാഗത്തേക്ക് അതിൻ്റെ പുഴയുടെ ഉപരിതല പ്രദേശങ്ങളിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഴയിൽ ഒരു ഘട്ടത്തിലും ഇപ്പോൾ ഇറങ്ങി മുങ്ങി പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതൊരു വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നിലവിലിപ്പോൾ നാവികസേനയും മറ്റും നൽകുന്നൊരു കണക്കനുസരിച്ച് 7 നോട്ടാണ് ഈ പുഴയുടെ ഉപരിതലത്തിലുള്ള ഒഴുക്കിൻ്റെ ശക്തി. അതിൻ്റെ താഴ്ഭാഗത്ത് അതിൽ കൂടുതൽ ശക്തിയിൽ ഒഴുക്കുണ്ടാകും. 2 അല്ലെങ്കിൽ ഏറിയാൽ 3 നോട്ട് സ്പീഡിലുള്ള ഒഴുക്കാണ് പുഴയിലുള്ളതെങ്കിൽ മാത്രമേ നാവികസേനയ്ക്ക് അവിടെ ഇറങ്ങി പരിശോധിക്കാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് അപകടകരമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ സാഹസികമായ ഒരു പരിശോധന നടത്താൻ സാധ്യമല്ല. എന്തായാലും MK രാഘവൻ MP, അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെയുണ്ട്. സച്ചിൻ ദേവ് MLA ഉണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ആദ്യം ഒന്ന് MK രാഘവൻ MP പോകാം. സാർ, ഇപ്പോൾ 11ാം ദിവസം ഇന്നും പുഴയിലിറങ്ങിയുള്ള പരിശോധന നടക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിലും അത് സാധ്യമാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്ലാൻ? അല്ല, ഇവിടെ ഈ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു ലോറി 2-3 ദിവസങ്ങൾ. അപ്പോൾ ഇനിയിപ്പം പിന്നെ ഡൈവ് ചെയ്ത് നോക്കണം. അതിന് 2 നോട്ട്സ് വരെയാണ് സാധാരണ പോവുക നേവിയുടെ ഡൈവേഴ്സ്. ചിലപ്പോൾ 3 വരെ പോകാമെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. പക്ഷെ 6 മുതൽ 8 നോട്ട്സ് വരെ അണ്ടർ കറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എത്താനുള്ള പാടുണ്ട്. അടിയൊഴുക്ക് ശക്തമാണ്, കുത്തൊഴുക്ക് ശക്തമാണ്. അവിടെ എത്താനുള്ള പാടുണ്ട് ഭയങ്കരമായിട്ട്. അത് എങ്ങനെയെന്നുള്ളതാണ് ആർമിയും നേവിയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന, കാരണം അതാണല്ലോ പ്രധാനം. അവിടെ എത്തുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഈ ക്യാബിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലെന്നാണ് അവിടെ എത്തണമല്ലോ ഒന്നത്. പിന്നെ തെർമൽ സ്കാനിങ് നടന്നുകൊടുക്കുകയാണ്. ആ പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? അതാണ് ഇപ്പോൾ നടന്നുകൊടുക്കുക. എന്നാൽ രാത്രി ഇന്നും നടന്നുകൊടുക്കുകയാണ്. അതിലൂടെ നമുക്ക് അറിയാൻ കഴിയുമോ ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യ സാന്നിധ്യം ക്യാബിനുള്ളിൽ? ശ്രമമാണ് നടത്തിവരുന്നവർ. അതാണ് നടത്തിവരുന്നവർ. ഇപ്പോൾ തെർമൽ സ്കാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതാണ് നടത്തിവരുന്നത്.
അതിൻ്റെ റിസൾട്ടും കൂടി വരണം. അതിന്റെ റിസൾട്ട് സ്വാഭാവികമായി ഒരു നിർണായകമായിരിക്കും അല്ലേ? ഒന്ന് ഉച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ മീറ്റിംഗ് ഉണ്ട്. ഇത് കലക്ടറും SP എല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് തുറന്നുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് അവിടെ ഒരു ആലോചിക്കും എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. മുന്നോട്ടുള്ള എന്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ അപ്പോൾ തീരുമാനിക്കുമെന്നാണ്.